ഇന്ന് ജോർജിയയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെ ഇവിടെ വർക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെല്ലാം ഉപയോഗപ്പെട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് വർക്ക് വിസ അപ്ലൈ ചെയ്യാം എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ പോയിന്റുകളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ലാസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു പോകുന്നുണ്ട്. ആദ്യം മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് സ്റ്റെപ്പ്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ജസ്റ്റ് കാണിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് പോവാം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയണത്, ആദ്യം ജോലി നമ്മൾ എന്തായാലും കണ്ടെത്തണം. അത് കണ്ടെത്താതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ജോലി കണ്ടെത്തുക. ജോർജിയയിൽ ആദ്യം ഒരു ലീഗൽ എംപ്ലോയറിനെ കണ്ടെത്തണം. അതിപ്പോൾ നാട്ടിലാണെങ്കിലും അത് കറക്റ്റായിട്ടുള്ള ഏജൻസി കണ്ടെത്തുക, ഫേക്ക് കണ്ടുപിടിക്കാതിരിക്കുക. പിന്നെ ചിലവർ പറയുന്നുണ്ട് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് വർക്ക് വിസ, അങ്ങനെ കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ട്. അതൊരിക്കലും നിങ്ങൾ ചെയ്യില്ല. അത് ചെയ്യുന്നത് ഏറ്റവും മണ്ടത്തരമാണ്. അപ്പോൾ അത് പലതും ഫേക്ക് ആയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നാട്ടിലോട്ട് പോകേണ്ടി വരും. എന്നിട്ട് വീണ്ടും വർക്ക് വിസ അപ്ലൈ ചെയ്ത് വരേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും നാട്ടിൽ നിന്ന് തന്നെ. അതുകൊണ്ട് അങ്ങനെ കണ്ടുവെത്തുക. പിന്നെ കമ്പനി നിങ്ങളെ ഹയർ ചെയ്യാൻ തയ്യാറാകണം. അങ്ങനത്തെ ഇതുകൊണ്ട് ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് നിങ്ങൾ ഇതാക്കുക. കമ്പനി നിങ്ങളുമായി ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് തയ്യാറാക്കും. ഈ കോൺട്രാക്റ്റിൽ ജോബ് പൊസിഷൻ, സാലറി, വർക്കിംഗ് അവേഴ്സ് ഇതെല്ലാം കാണും. ലേബർ പണി കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ നോക്കണം. പിന്നെ മെയിനായിട്ട് വർക്ക് പെർമിറ്റ് വേണം. റൈറ്റ് ടു വർക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി 2026 മുതൽ ഇവിടെ വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട്. അപ്പം അതൊരു എംപ്ലോയറിന് അതും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതിന് മുന്നേ നിങ്ങൾക്കിപ്പോൾ വർക്ക് വിസ എടുത്തിട്ട് വന്നാലും നിങ്ങളെ കയ്യിൽ നിന്നാൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. ബിക്കോസ് ഇതിപ്പോൾ വേണം വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്. അത് ഇവിടെ തന്നെ അപേക്ഷിക്കാം. 2 ദിവസം അല്ലെങ്കിൽ വിത്തിൻ 24 hours സാധനം വരും, അല്ലെങ്കിൽ 30 ദിവസത്തിൽ വരും. ബിക്കോസ് ഫാസ്റ്റ് എത്ര പൈസ കൂട്ടി അടയ്ക്കുന്നത് അതനുസരിച്ച് കിട്ടും. ഏകദേശം 15,000 5,000 നാട്ടിലെ രൂപ വരെ ആണ് റേറ്റ് വരുന്നത് അതിന്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇത് വേണ്ടത്, പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ അതിൽ സബ്മിറ്റ് ചെയ്യണം. അതിൽ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻ്റ് കയ്യിൽ കരുതുക. ഓക്കെ, ചില സമയത്ത് കൂടുതൽ കയ്യിൽ ആവശ്യം വരേണ്ടി വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ 5ാമത്തേതാണ് അപ്രൂവൽ. ലാസ്റ്റ് പിന്നെ അതിൽ അപ്രൂവായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഓക്കെ ആയിരിക്കും. പിന്നെ ഗ്രാൻഡഡ് ആയാൽ നിങ്ങൾ പിന്നെ സെറ്റാണ്. ഇവിടെ പിന്നെ വരാൻ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ തീരുമാനം എടുക്കുക. അവർ അപ്രൂവ് ആയാലും അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോവാം. പിന്നെ D1 വർക്ക് വിസയാണ് നിങ്ങൾ അതിൽ ചൂസ് ചെയ്യേണ്ടത്. ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ D1 വർക്ക് വിസ മെയിൻലി ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ രാജ്യത്തിന് പുറത്തുള്ളവർ അപേക്ഷക്കാരായാൽ D1 വിസയ്ക്ക് അപേക്ഷിക്കണം. അതാണ് മെയിനായിട്ട്. നിങ്ങൾ D1 ലേബർ വർക്ക് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ മെയിനായിട്ട് അപേക്ഷിക്കേണ്ടത്. ജോർജിയയിൽ നിയമപരമായി ജോലി ചെയ്യാൻ പലർക്കും പിന്നീട് ലേബർ റെസിഡൻസ് പെർമിറ്റ് ആവശ്യമായി വരും. പിന്നെ കുറേയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ലേബർ റെസിഡൻസ് പെർമിറ്റ് എന്നുള്ള സാധനമുണ്ട്. അതിവിടെ ആവശ്യമായിട്ട് വരും. നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ആദ്യമൊന്നും അതിൻ്റെ പ്രശ്നം കാണില്ല. അപ്പോൾ അതിനും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. അത് നമുക്ക് നോക്കാം ലേബർ റെസിഡൻസ് പെർമിറ്റ് എന്താണെന്ന്. പിന്നെ ജോർജിയയിൽ എത്തി ജോലി ആരംഭിക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ അനുമതികളും ലഭിച്ചതിന് ശേഷം മാത്രമാണ് ജോലി ആരംഭിക്കേണ്ടത്. എല്ലാം ഓക്കെ ആയാൽ നിങ്ങൾക്ക് ജോലി ഇവിടെ തന്നെ ആരംഭിക്കാം. നെക്സ്റ്റേക്ക് ടൂറിസ്റ്റ് വിസയിൽ ജോലി തുടങ്ങാൻ ഇവിടെ വരെങ്കിൽ അത് മണ്ടത്തരമാണ്. പിന്നെ ഫേക്ക് ജോബ് ഓഫറിലൊന്നും നിങ്ങൾ വിശ്വസിക്കല്, വീഴുകയും ചെയ്യരുത്. അതൊക്കെ ഫേക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മാക്സിമം പെടാതിരിക്കുക. പിന്നെ റിട്ടേൺ കോൺട്രാക്റ്റ് ഇല്ലാത്ത ജോലി സ്വീകരിക്കരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്റ്റ് തെളിവോ തരാൻ പറയണം. എന്നിട്ട് മാത്രം നിങ്ങൾ അങ്ങനെ കയറി വരാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്, VFS സൈറ്റിൽ അപേക്ഷിച്ച് നിങ്ങൾക്ക് തന്നെ അതെടുത്ത് വരാം. ഓക്കെ, പിന്നെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ആരംഭിക്കാനും ഇവിടെ വരല്ലോ. ഓക്കെ, അതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് മിസ്റ്റേക്കുകൾ പലരും ചെയ്യുന്നത്. അത് നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഒഫീഷ്യൽ കമ്പനി മാത്രമേ തിരഞ്ഞെടുക്കുക. ജോലി അതിൽ കൊടുത്തായാലും ഇവിടെ വരുമ്പോഴായാലും എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും സോഫ്റ്റ് കോപ്പി കയ്യിൽ സൂക്ഷിക്കുക. ഇമിഗ്രേഷൻ റൂൾസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ജോർജിയയിലെ സൈറ്റിൽ ഇമിഗ്രേഷനിൽ നിങ്ങളൊന്ന് മാക്സിമം ചെക്ക് ചെയ്യാൻ നോക്കുക. ഇതാണ് എൻ്റെ ഇതിലെ മെയിൻ പോയിന്റുകൾ.
ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന്. അത് നിങ്ങൾക്ക് ഫുള്ള് കാണാം, ജസ്റ്റ് ഒന്ന് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ കാര്യം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. എന്തിനും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും വേറെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പലർക്കും അറിഞ്ഞുകൂടാത്തായിരുന്നു. ഒരാൾ എന്നോട് ചോദിച്ചാൽ ഇത് ചെയ്യുമോ എന്ന്. അതുകൊണ്ട് ഞാൻ അവർക്കും കൂടെ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കുക എങ്ങനെയാണ് D1 കാര്യങ്ങൾ. മെയിൻലി D1 ആണ് ഇവിടുത്തെ വിസ. കാരണം D1 വർക്ക് വിസ കൊടുത്താൽ ലേബർ കാര്യം അങ്ങനത്തെ ജോലികളെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ അത് കൊടുക്കുക. ലാസ്റ്റ് ഒരു എംപ്ലോയ്മെൻറ്റ് എന്ന് വേണം നമ്മൾ കൊടുക്കാൻ ഓപ്ഷൻ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് കണ്ടിട്ട് ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളത് കണ്ടിട്ട് വരും. ഞാനിതിലെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കിത് നോക്കിയിട്ട് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതിലെല്ലാം നിൽക്കുന്ന ക്ലിക്ക് ബട്ടൺ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൽ മനസ്സിലാകും. അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ,
അപ്പോൾ ഗൈസ്, നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വീഡിയോയ്ക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിക്കാം. ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൻ കൂടെ ഓണാക്കി വെക്കുക. എന്നാൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ എന്തുണ്ടെങ്കിലും ചോദിച്ചാൽ മതി. നിങ്ങൾ ഒന്നും പാനിക്കൊന്നും ആവണ്ട. വലിയ പ്രോസസ്സൊന്നും അല്ലാതെ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും കൂടുതൽ സേഫ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.